ചാനൽ. ഇറ്റ്സ് മീ അനഘ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാത്തൊരു ചാലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത്. വാട്ട്സ് ഇറ്റ് മൈ ഫോൺ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ സത്യമായിട്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും അറിഞ്ഞൂടാ. ഇവള് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ യൂട്യൂബിൽ പലവരും നടത്തിയിട്ടുള്ള മറ്റേ കോൺടെസ്റ്റും കാര്യങ്ങളും എന്തൊക്കെ ഗെയിം ഷോ ഒക്കെ നോക്കിയിട്ടൊക്കെ ഇവള് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവള് ചോദിക്കും, ഞാൻ ആൻസർ പറയും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഗെയിം. ഇളകിയത് കണ്ടപ്പോൾ തോന്നി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീസെന്റ് ആപ്പ് ക്യാമറ. ഞാൻ ഇത്ര നേരം വീഡിയോ എടുക്കായിരുന്നു ഗൈസ്, അതുകൊണ്ട് ക്യാമറയാണ്. വാൾപേപ്പർ. എന്ത് വാൾപേപ്പർ? രണ്ട്. ഫോണിന്റെ വാൾപേപ്പറോ? ഫോണിന്റെ വാൾപേപ്പർ ഇതാണോ? ഇത് ഞാനാണ് ഗൈസ്. ഡിസ്പ്ലേ പറഞ്ഞാല് ലോക്ക് സ്ക്രീൻ. ഞാനും ശ്രീക്കുമാണ്. നല്ല ഭംഗിയില്ലേ ഗൈസ് എന്നെ കാണാൻ? തൊട്ട് തൊട്ട സുന്ദരി. മോസ്റ്റ് യൂസ്ഡ് സ്മൈലീസ്. അതെങ്ങനെ കിട്ടും? സ്മൈലി വാട്സപ്പിലുണ്ടാവും. കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണത് മെൽറ്റ്. ഇതാണ് കൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ലാസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ചെയ്തത് നെറ്റ് ഓൺ ആകട്ടെ. ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു തരാട്ടോ ഗൈസ്. ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് നിയർ മീ. ഞങ്ങൾ ഫുഡ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ്സ് ഏതൊക്കെ നോക്കിയതാട്ടോ അവിടെ. നെക്സ്റ്റ്, ലാസ്റ്റ് യൂട്യൂബിൽ എന്താ കണ്ടതെന്നോ? യൂട്യൂബ് തുറന്നു. ഹിസ്റ്ററി അല്ലേ? ഞാൻ ലാസ്റ്റായിട്ട് യൂട്യൂബിൽ കണ്ടത് ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസിൻ്റെ ഷോർട്ടാട്ടോ കണ്ടത്. ഷോർട്ടല്ല, മറ്റേ ക്ലിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയൂ. ഫോണിലുള്ള ഗെയിംസ് ഇല്ല കേട്ടോ, ഒരൊറ്റ ഗെയിംസും ഇല്ല. ഞാൻ ഗെയിംസ് കളിക്കുന്ന ആളെ അല്ല. പണ്ട് ക്യാൻഡി ക്രഷ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, അത് ടിക്കറ്റിനും അത് ബുക്ക് ചെയ്യണതാ. ഒന്നുമില്ല, ഒരു ഗെയിമും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് സെൽഫി കുറെ വീഡിയോസ് ഉണ്ട് കേട്ടോ. സെൽഫി ഫോട്ടോ നമ്മൾ രണ്ടാളും കൂടെ നോക്കണം. ഇതാണ് ഗൈസ് ലാസ്റ്റ് സെൽഫി. നല്ല ഇഷ്ടമുള്ള ഫോട്ടോയോ? ഇത്രയും കാലം എടുത്തതിന് നല്ല ഇഷ്ടമുള്ള ഫോട്ടോയോ? ഇത്രയും കാലം എൻ്റെ മാത്രമാണോ? ഗൈസ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫോട്ടോ. പക്ഷെ ഇതിൻ്റെ ഒറിജിനൽ ഇപ്പോൾ എവിടെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പേപ്പറിലൊക്കെ വന്നത് ഈ ഫോട്ടോ ആണ്. ഇത് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ലാസ്റ്റ് കോൾ സഫ്വാനെയാണ് ഗൈസ്. മന്തി വാങ്ങാൻ പറഞ്ഞിട്ട് ഗൈസ്. ഞാൻ കാണിച്ചോണ്ട് നമ്പർ കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾ അങ്ങനെ വിളിക്കണ്ട അവനെ. നെക്സ്റ്റ്, ലാസ്റ്റ് സ്ക്രീൻഷോട്ട് അമ്മ ചോറുകളും തന്നത്. ഇത് തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തതാണ് കേട്ടോ ഗൈസ്. നെക്സ്റ്റ്, മോസ്റ്റ് യൂസ്ഡ് ആപ്പ് ഇപ്പൊ യൂട്യൂബാണ് കേട്ടോ. യൂട്യൂബ് സ്റ്റുഡിയോ ആണ് ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത്. യൂട്യൂബ് സ്റ്റുഡിയോയും. പിന്നെ ടോട്ടൽ ഇമേജസ് ഗാലറിയില് 3163 ഗൈസ്. കുറെ റീസൈക്കിൾ ബിന്നിലും ഉണ്ട് ഗൈസ്. നെക്സ്റ്റ്, മോസ്റ്റ് ഡയൽഡ് പേഴ്സൺ. ഏറ്റവും കൂടുതൽ വിളിച്ചാളോ? ഇപ്പോ അങ്ങനെ ഞാൻ ചിലപ്പോൾ അമ്മമ്മയും അഞ്ജലിയും. വേറെ ആരും എന്നെ വിളിക്കലില്ല. പിന്നെ ലാസ്റ്റ് മെസ്സേജ് ചെയ്ത പേഴ്സൺ വാട്സപ്പാ. ലാസ്റ്റ് മെസ്സേജ് ചെയ്തത് സഫ്വാന്.
അവന് പൈസ അയച്ചു കൊടുത്തതാണ് ഗൈസ്. അങ്ങോട്ട് അയച്ചെന്നു അപ്പം അതിനെ ടോട്ടൽ കോണ്ടാക്ട്സ്. ടോട്ടൽ കോണ്ടാക്ട്സ് എങ്ങനെ എടുക്കും അത് നോക്കട്ടെ. എൻ്റെ എല്ലാം അങ്ങനെ കോണ്ടാക്ട്സ് ഇല്ല ഗൈസ്. ഞാൻ എല്ലാവരുടെയും സത്യം പറഞ്ഞാൽ എല്ലാവരും നമ്പർ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആരുടെയും ഇല്ല. ഞാൻ അത്രയും അടുപ്പുള്ളവരുടെ മാത്രം നമ്പർ എൻ്റെ അടുത്തുള്ളൂ. 158 ഗൈസ്. ഇതാ 158. നെക്സ്റ്റ്. ഇൻസ്റ്റയിൽ ലാസ്റ്റ് സെർച്ച് ചെയ്തിരിക്കും. എനിക്ക് 2 ഇൻസ്റ്റ ഉണ്ട് ഗൈസ്. 2 അക്കൗണ്ട് ഉണ്ട് ഗൈസ്. അഖിൽ പി ധർമ്മജൻ, മറ്റേ ബുക്ക് എഴുതിയില്ലേ, എന്താണ് റാം കെയർ ഓഫ് ആനന്ദി, ആളെ തന്നെയാണ് ഞാൻ ലാസ്റ്റായിട്ട് സെർച്ച് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അഭിഷാദ് സാറിനെ. സ്റ്റോറേജാ? എന്തിൻ്റെ സ്റ്റോറേജ്? ഫോണിൻ്റെ സ്റ്റോറേജ് 128 GB 90 GB ഞാൻ ഉപയോഗിച്ചു. ബാക്കിയുണ്ട്. അടുത്ത് ഫോണിൽ കണ്ട സിനിമ മിഞ്ഞാന്ന് കണ്ടത് പ്രേമലു ആണ്. അതിൻ്റെ മുന്നേ ഞാൻ കണ്ടത് അന്വേഷിപ്പിങ് കണ്ടെത്തും ആ പടം. പ്രേമലു നല്ല ഇഷ്ടമാണ് എനിക്ക്. ഞാൻ തിയേറ്ററിൽ പോയി കേട്ടത്. എന്നാലും ഞാൻ ഫോണിൽ കണ്ടു. എഡിറ്റ് ചെയ്യാൻ ആപ്സ് ഫോർ എഡിറ്റിംഗ് പിക്സ് ആൻഡ് വീഡിയോസ്. VN മാത്രം ഉപയോഗിക്കുള്ളൂ. വേറെ കുറേ ആപ്പ് ഉണ്ടെന്ന് കേട്ടു, പക്ഷെ ഞാനതൊന്നും എനിക്ക് അറിഞ്ഞൂടാട്ടോ അതൊന്നും ഉപയോഗിക്കാൻ. VN മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. പിക്ക് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ലൈറ്റ് റൂം കേട്ടോ. ലൈറ്റ് റൂം. പിന്നെ തമ്പനെയിലിന് ഞാൻ പിക്സാർട്ടും ഇൻഷോട്ടും ഇടയ്ക്ക് എടുക്കലുണ്ട് കേട്ടോ. വാട്സപ്പിലെ DP ഇതാ. ഞാനും അമ്മയും ശ്രീകുട്ടിയും പിന്നെ ഞാനും അഞ്ജലി നിൽക്കുന്ന കൊളാഷ്. അച്ഛൻ അൺയൂസ്ഡ് ആപ്പ്. അത് കുറേ ഉണ്ടാവും. വെറുതെ എടുത്തു വെച്ചതുണ്ട്. വിങ്ക് മ്യൂസിക്. ഞാൻ മ്യൂസിക് അങ്ങനെ കേൾക്കലില്ല ഗൈസ്. വിങ്ക് മ്യൂസിക് ഉണ്ട്. ട്രൂ കോളറിൽ പിന്നെ ഉപയോഗിക്കലുണ്ട് കേട്ടോ. വിങ്ക് മ്യൂസിക് ഉണ്ട്. മൈ ജിയോ ഉണ്ട്. സാംസങ് നോട്ട്സ് ഉണ്ട്. പിന്നെ ഷെയർമി, സ്വിഗ്ഗി, സൊമാറ്റോ. ആണോ? അതൊന്നും ഞാൻ അറിഞ്ഞിട്ടും കൂടി ഇല്ല കേട്ടോ. അതൊന്നും ഞാൻ ഉപയോഗിക്കലേ ഇല്ല. ഒട്ടും ഉപയോഗിക്കാത്തതാണ്. മ്യൂസിക്കിൻ്റെ ഒന്നും ഞാൻ ഉപയോഗിക്കലില്ല. പാട്ടൊക്കെ നേരല്ലേ ഗൈസ്. ലാസ്റ്റ് വന്ന ടെക്സ്റ്റ് മെസ്സേജ് റീചാർജ് ചെയ്യൂ ഗൈസ്. റീചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നിട്ടുള്ളത് ജിയോന്ന്. ഇമെയിലും എനിക്ക് 2 ഉണ്ട്. ഇറ്റ്സ് മീ അനഘ ഉണ്ട്. പിന്നെ അനഘാനും ഉണ്ട്. ഇപ്പം ഇതിലെ കിടക്കണമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇപ്പം ഇറ്റ്സ് മീ അനഘയിലാണ്. എൻ്റെ അനഘാനൂരിൽ ഉള്ള ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. അതെങ്ങനെ എടുക്കൽ പൊട്ടത്തി ഇതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ ചലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളൊരു കുട്ടി ചലഞ്ചായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ബൈ.